സംസ്ഥാന സർക്കാരിനെതിരെ നടക്കുന്ന അപവാദ പ്രചാരണങ്ങളെയും പ്രത്യയശാസ്ത്ര കടന്നാക്രമണങ്ങളെയും പ്രതിരോധിക്കണമെന്ന് സിപിഐഎം കോഴിക്കോട് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കോർപ്പറേറ്റ് ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ കേരളത്തിന്റെ ബദൽ നയങ്ങൾ സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൽ ഒന്നിക്കണമെന്നും ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനും അസ്ഥിരീകരിക്കാനുമുള്ള മാധ്യമങ്ങളുടെയും വലതുപക്ഷ വർഗീയ ശക്തികളുടെയും നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. BJP മുന്നോട്ട് വെക്കുന്ന കോർപ്പറേറ്റ് ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ ബദൽ നയം ഉയർത്തിപ്പിടിക്കുന്ന ഏക സംസ്ഥാന സർക്കാരാണ് കേരളത്തിലെ LDF സർക്കാർ. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ഈ ശ്രമങ്ങളെ ചെറുക്കാൻ പ്രബുദ്ധ കേരളം തയ്യാറാകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. അപവാദ പ്രചരണങ്ങളെയും അതുപോലെ പ്രത്യയശാസ്ത്ര കടന്നാക്രമണങ്ങളെയും പ്രതിരോധിക്കുക എന്നുള്ളൊരു ആഹ്വാനമാണ് സമ്മേളനത്തിൻ്റെ ആദ്യത്തെ പ്രമേയമായിട്ട് എടുത്തിട്ടുള്ളത്. വലിയ രൂപത്തിലേക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരെയും വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ചിനെതിരെയുമുള്ള വലിയ രൂപത്തിലേക്കുള്ള കടന്നാക്രമണങ്ങളും പ്രചരണവുമാണ് നടക്കുന്നത്. അത് വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ ശക്തികളും എല്ലാം ഒന്നു ചേർന്നുകൊണ്ടുള്ള ഒരു പ്രചരണം നടക്കുകയാണ്. ആ പ്രചരണത്തിനെതിരായി നമ്മുടെ എല്ലാ ഘടകങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രചരണത്തിനുള്ള ഒരു ആഹ്വാനമാണ് നടത്തുന്നത്. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ ജില്ലയിൽ പാർട്ടിക്ക് വലിയ വളർച്ചയുണ്ടായതായി ജില്ലാ സെക്രട്ടറി P. മോഹൻ മാസ്റ്റർ അവതരിപ്പിച്ച റിപ്പോർട്ട് പറയുന്നു. 4037 അംഗങ്ങൾ വർദ്ധിച്ച് 55,624 ആകെ ബ്രാഞ്ചുകൾ 4501, 194 ബ്രാഞ്ചുകൾ വർദ്ധിച്ചു. 17 ലോക്കൽ കമ്മിറ്റികൾ വർദ്ധിച്ച് 284 പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിൽ 27% വനിതകളാണ്. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച വ്യാഴാഴ്ചയും തുടരും. കൈരളി ന്യൂസ്, കോഴിക്കോട്.